നമ്മളോട് താല്പര്യമില്ലാത്തവരുടെ 10 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമതായി, അവർ എപ്പോഴും നമ്മുടെ സമീപത്ത് നിന്നും ഒഴിഞ്ഞു മാറിപ്പോകാനായി നോക്കുന്നു. ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മളുടെ സമീപത്ത് നിന്നും അവർ ഒഴിഞ്ഞു മാറിപ്പോകാനായി ശ്രമിക്കാറുണ്ട്. രണ്ടാമതായി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയില്ല. അത് കേൾക്കാനായിട്ട് അവർക്കൊരു വൈമുഖ്യമുണ്ട്. മൂന്നാമതായി, നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്ക് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ശരീരഭാഷയിൽ തന്നെ ആ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. നാലാമതായി, കുറേ പേര് കൂടി നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് മാത്രം അവർ സംസാരിക്കും. അഞ്ചാമതായി, നമ്മുടെ നേട്ടങ്ങളിൽ അവർക്ക് എപ്പോഴും അസൂയ കാണും. അസൂയ വാക്കുകളിലും പ്രവൃത്തിയിലുമെല്ലാം തന്നെ കാണാൻ സാധിക്കും. ആറാമതായി, നമ്മുടെ സഹായം എപ്പോഴും അവർ നിരസിക്കുന്നു. നമ്മൾ സഹായിക്കാമെന്ന് പറയുമ്പോൾ പോലും അതിലവർക്ക് ഒരു ധൈര്യക്കുറവ് കാണുന്നുണ്ട്. ഏഴാമതായി, നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കും. എട്ടാമതായി, നമ്മുടെ അഭിപ്രായങ്ങൾ അവർ അനാദരവോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ ഏത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ആദരിക്കാതിരിക്കുന്ന ഒരു സ്വഭാവവിശേഷം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വിലപ്പെട്ട അഭിപ്രായങ്ങളാണെങ്കിൽ പോലും അതിനെ അവർ പുച്ഛിച്ചു തള്ളും. ഒൻപതാമതായി, നമ്മുടെ സമയത്തിന് അവർ വില കൽപ്പിക്കുന്നില്ല. നമ്മൾ വെറും നിസ്സാരന്മാരാണ്, അവരുടെ സമയത്തിന് മാത്രമേ വിലയുള്ളൂ, നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടാകുക. പത്താമതായി, അവർ നമ്മളോട് ഒരു കാര്യവും തുറന്ന് സംസാരിക്കുകയില്ല. തുറന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. ഇതേപോലെയുള്ള 10 ശരീരഭാഷകളിലൂടെ നമ്മളോട് താല്പര്യമില്ലാത്തവർ പെരുമാറുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ളവരെ നമ്മൾ അടുപ്പിച്ച് നിർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അവരെ അകറ്റുക തന്നെയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം.